ലിങ്ക്ഡിൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ആ ആമസോണിൽ നിന്ന് റിജക്ഷൻ വന്നതിന് ശേഷം ആണ് ഞാൻ ഇതിനോട്ട് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് എത്രത്തോളം നമുക്കൊരു റീച്ച് കൊടുക്കാവുന്നതിനുള്ളൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലായി. ഇൻറ്റേർണലി എനിക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഐ ക്യാൻ സീ, ബട്ട് അതിലും കൂടുതൽ എക്സ്റ്റേർണലി അവർ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിൻ. വൺസ് അതിൽ നിന്ന് റിജക്ഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്ത് എൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്തു. ലിങ്ക്ഡിൻ മൊത്തത്തിൽ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് യു ക്യാൻ ഡു ഫോർ ഓൾ അതർ കമ്പനീസ് ലൈക്ക് EY, Deloitte, PwC, Barclays Bank, പിന്നെ വേറൊരു ബാങ്ക് UBS ബാങ്ക്, അങ്ങനെയുള്ള എല്ലായിടത്തെയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എപ്പോഴും ലിങ്ക്ഡിൻ. ഇവിടെ ഉള്ള എൻ്റെ സെയിം പ്രൊഫൈലിൽ ഇരുന്നിരുന്ന ആൾക്കാരുടെ എന്താ പറയുക പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ അവിടെ നിന്ന് ഇടുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു. എക്സ്പീരിയൻസസ് ആഡ് ചെയ്തു, ഒരു ബ്രീഫ് സമ്മറി എന്നെ പറ്റി കൊടുത്തു. ഈ കമ്പനീസ് എല്ലാവരുടെയും ഏറ്റവും ഫസ്റ്റ് ഓപ്പണിങ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനിലാണ്. അപ്പോൾ നാട്ടിലുള്ള നിങ്ങൾ കാര്യം ചെയ്തിട്ടുണ്ടോ അത് കുറച്ചൊന്ന് പൊലിപ്പിച്ച് ലിങ്ക്ഡിനിൽ എഴുതി കഴിഞ്ഞാൽ അതിന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ ചെയ്തിട്ടുള്ളൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മളെ തന്നെ സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നുള്ളൊരു സെറ്റപ്പാണ് ശരിക്കും. ഇതിനകത്താണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാ കാര്യം ഇൻക്ലൂഡിങ് ഇന്റേൺഷിപ്പ്, അതുപോലെ ആരും കൊതിക്കുന്ന UK-ലെ ബിഗ് 4 കമ്പനീസിൽ 4ഇടത്തും ഈ പറയുന്ന പോലെ നല്ല സാലറിയുടെ ജോബ്. എന്തായിരുന്നു എക്സ്പീരിയൻസ്? കറന്റ് എന്താണ് സിറ്റുവേഷൻ? കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജോബിൽ നല്ല സെറ്റിൽഡ് ആണ്. നമുക്ക് നാട്ടിലുണ്ടാകുന്ന അത്രയും അങ്ങനത്തെ പ്രഷറോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും എത്തിപ്പെടാനായിട്ടുള്ള ഒരു സ്ട്രഗിൾ നമുക്കുണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്നത് KPMG UK-ലാണ്. സോ എൻ്റെ ബേസ് ഓഫീസ് ആക്ച്വലി കാനറി വോർഫ് ലണ്ടൻ ബേസ്ഡ് ആണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലെ ഒരു 3 years എക്സ്പീരിയൻസ് EY-ലുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ പല ഒരുപാട് കമ്പനീസിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഇതായിട്ട് തോന്നിയിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ KPMG-യുടെ ഓപ്പർച്യൂണിറ്റിയാണ്. സോ അങ്ങനെയാണ് ഞാൻ KPMG തന്നെ ചൂസ് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള ബിഗ് 4 ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിഗ് 4 ഫേംസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫേംസ് ആണ്. സോ അതിനകത്തുള്ളത് എന്ന് പറയുന്നത് EY, PwC, Deloitte, KPMG. സോ ഈ 4 ഫേംസ്. അപ്പോൾ എനിക്ക് EY-ൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഈ എല്ലായിടത്തും ഇവിടെ വന്നതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാൻ KPMG-യിലെ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ലാൻഡ് ചെയ്ത് സെറ്റിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഈ 4 കമ്പനീസിൽ കിട്ടിയ കേസേ പറഞ്ഞുള്ളൂ, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് മുൻപ് റിജക്റ്റ് ആയ കേസും പറഞ്ഞു. അത് ശരിയാണല്ലോ അല്ലേ. അപ്പോൾ ആദ്യം വന്നതിന് ശേഷം ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത് ആക്ച്വലി ഈ 4 ഫേംസിലല്ലായിരുന്നു. ഞാൻ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആമസോണിലായിരുന്നു. ആമസോണിൽ ഒരു ചെറിയൊരു വേക്കൻസി ഫസ്റ്റ് ജസ്റ്റ് എൻ്റെ നാട്ടിലുണ്ടാക്കിയ CV വെച്ചിട്ട് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് ടൈം തന്നെ ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റായി. പക്ഷേ ഇൻ്റർവ്യൂവിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നമ്മൾ നാട്ടിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് പറ്റത്തില്ല. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആകെ തപ്പിപ്പിടിഞ്ഞു. എനിക്ക് ആൻസേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് അത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഏകദേശം ഇവർ ചോദിക്കുന്ന രീതികൾ എന്താണ്, പിന്നെ അതുപോലെ വാട്ട് ദേ ആർ എക്സ്പെക്ടിങ് ഫ്രം us, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ നിന്നാണ് പിന്നീട് മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാൻ ഒരുപാട് ബാങ്ക്സിൽ ലൈക്ക് ഡോയിഷ് ബാങ്ക്, ബാർക്ലേസ് ബാങ്ക്, അതുപോലെ PwC, പിന്നെ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ, അങ്ങനെയുള്ള പല കമ്പനീസിലും ഇൻ്റർവ്യൂവിന് ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റായി. അങ്ങനെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബേസിക്കലി എല്ലാവർക്കും വേണ്ടത് എക്സാമ്പിൾസ് ആണ്. ലൈക്ക് നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ള പല എക്സാമ്പിൾസ് അവർ പല രീതിയിൽ അവർ തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കും. സോ നമ്മുടെ എക്സാമ്പിൾസ് മാക്സിമം ഷെയർ ചെയ്യുക അവരായിട്ട്. സോ അത് എത്രത്തോളം ജെനുവിൻ ആണെന്നുള്ളത് അവർക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. ലൈക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്തപ്പോഴാണ് പിന്നീട് ഞാൻ നെക്സ്റ്റ് റൗണ്ട്സിലോട്ട് അങ്ങനെ പോകാൻ തുടങ്ങിയത്. സോ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ള നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഇന്നോവേറ്റീവായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യം അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനാണ്. സോ ആ ഇന്നോവേറ്റീവായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യത്തിന് അവർ ചോദിക്കും എന്തായിരുന്നു അത് ചെയ്തത്, എന്താണ് നിങ്ങൾ ചെയ്തത്, അതുപോലെ അതിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണ്. സോ അതൊക്കെയാണ് അവർ ബേസിക്കലി ചോദിക്കുന്നത്. സോ നമുക്ക് എനിക്ക് 3 years എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്തൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. സോ അങ്ങനെ അത് വെച്ചിട്ട് പിന്നെ അവർ ബാക്കിയുള്ള ഇതെല്ലാം ചോദിക്കും.
സോ ഇറ്റ് വാസ് ലൈക്ക് നമുക്ക് ആ ഒരു വൺസ് അതിൻ്റെ ഒരു മൊമെൻറ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്ലോയിൽ നമുക്കങ്ങ് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് നമുക്കങ്ങ് പോകാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. അപ്ലൈ ചെയ്ത ഫസ്റ്റ് ജോബിൽ റിജക്ഷൻ, പിന്നീട് അപ്ലൈ ചെയ്ത 7-8 ജോബ്സിൽ കണ്ടിന്യൂസ് അവർ അക്സെപ്റ്റ് ചെയ്തു, ഇന്റർവ്യൂസ് എത്തി, ഫൈനൽ റൗണ്ട് എത്തി. എങ്ങനെ ആ ഒരു റിജക്ഷനിൽ നിന്ന് ചേഞ്ചിലോട്ട് മാറിയത് എങ്ങനെയായിരുന്നു? നമുക്ക് ഫസ്റ്റ് ഒരു റിജക്ഷൻ വന്നതിന് ശേഷം ആണ് ഞാൻ ആക്ച്വലി ഇതിൽ ഓരോരോ കാര്യങ്ങൾ കൂടുതൽ ഗഹനമായിട്ട് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. സോ ഇവിടുത്തെ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കമ്പനീസിൽ എങ്ങനത്തെ റെസ്യൂമേ വേണം, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവരുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത്, അതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. സോ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി എൻ്റെ CV തന്നെ മൊത്തത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു CV റെഫർ ചെയ്ത് ഞാൻ മൊത്തത്തിൽ അതിന് റീഫ്രേസ് ചെയ്തു. അങ്ങനെ ആ CV ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ എല്ലാത്തിലും ഓൾമോസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത എല്ലായിടത്തും എനിക്ക് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആവാൻ തുടങ്ങി. അതെനിക്ക് തോന്നുന്നു ഇവിടെ ആക്ച്വലി ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ജോബിൻ്റെ കീവേഡ്സ് വെച്ചിട്ടാണ് ഇവർ ഈ CVs ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള CVs ആണ് ഇവർ പിന്നീട് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ സിസ്റ്റം ആണെന്നുള്ളത് ഞാൻ അങ്ങനെ കുറച്ച് എന്താ പറയുക റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലായത്. സോ അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത എല്ലായിടത്തും ഫൈനൽ റൗണ്ട് വരെ, അതുപോലെ തന്നെ എന്താ പറയുക ഞാൻ മിക്ക സ്ഥലത്തും ഷോർട്ട് ലിസ്റ്റായി. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂസ് സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്, അങ്ങനെ പല കമ്പനീസിലും ലൈക്ക് ഡെലോയിറ്റ്, PwC, ബാർക്ലേസ് ബാങ്ക്, ഇവിടെയൊക്കെ എല്ലാം ഞാൻ ഏകദേശം ഒരു തേർഡ് റൗണ്ട് വരെ എത്തിയായിരുന്നു. പിന്നെയാണ് അപ്പോഴാണ് എനിക്ക് KPMGയുടെ ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് ഇൻ ചൂസിങ് ദാറ്റ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓരോ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അവർ ഉണ്ടാവും. അപ്പം എനിക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജോബ് റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മുടെ CV കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് ട്വീക്ക് ചെയ്യുക, അവരുടെ കുറച്ച് കീവേഡ്സ് അതിൽ നിന്ന് എടുത്ത് നമ്മുടെ CVയിൽ അതേ കീവേഡ്സ് ഇടുക. ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ഇവരുടെ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ശരിക്കും ഞാൻ വായിച്ച് നോക്കും. അതേ എക്സ്പീരിയൻസ് ആൻഡ് സ്കിൽസ് റിക്വയർഡ് ഞാൻ എൻ്റെ CVയിൽ മാക്സിമം ഞാൻ അതേ കീവേഡ്സ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ CV ഓൾമോസ്റ്റ് കുറേ സ്ഥലത്ത് ഇതുപോലെ ഷോർട്ട് ലിസ്റ്റ് ആയത്. സോ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. നോർമലി നമ്മുടെ സ്റ്റുഡൻസ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഒരു CV ഏകദേശം 20-30 സെയിം സാധനം. അങ്ങനെയല്ല, നമ്മൾ ആക്ച്വലി കമ്പനിയുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ CV നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് ഞാൻ പറഞ്ഞത്, അതായത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ അവർക്ക് വേണ്ട ആളാണോ ഈ അപ്ലൈ ചെയ്തിരുന്നത് എന്നുള്ളത് അവർ നോക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആസ് ലോങ് ആസ് അവർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം, ലൈക്ക് നമ്മുടെ CV ഈ ഒരാൾ നമ്മൾ ഈ കമ്പനിയിൽ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ വിൽ ഹാവ് എ ഫ്യൂച്ചർ ഹിയർ. സോ അതാണ് അവർ ബേസിക്കലി നോക്കുന്നത്. സോ അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആവാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്തായിരുന്നു ജോബിൻ്റെ സെർച്ച് എഞ്ചിൻ ഏതായിരുന്നു? ലിങ്ക്ഡിനിലാണ് ഞാൻ ആക്ച്വലി ഇവിടെ വന്നിട്ട് ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്തത്. അപ്പോൾ ലിങ്ക്ഡിനിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് നമുക്ക് ഓപ്പൺ ടു വർക്ക് എന്ന് പറയുന്ന #ടാഗ് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് ചെയ്തു. പിന്നെ ലിങ്ക്ഡിൻ എൻ്റെ പ്രൊഫൈൽ മൊത്തത്തിൽ ഞാനങ്ങ് അപ്ഡേറ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ നമുക്ക് അതിനകത്ത് നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഫസ്റ്റ് ഒരു ചെറിയൊരു ഇതുപോലെ കൊടുക്കണം, ഹെഡിങ് പോലെ. അപ്പോൾ അത് ഞാൻ ആക്ച്വലി അപ്പോൾ നമ്മൾ ഓപ്പൺ ടു വർക്ക് ആകുമ്പോൾ നമ്മൾ ആക്ച്വലി അതിൽ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ലൈക്ക് എ ചലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ഇൻ സച്ച് എ ഫേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് കൊടുത്തിട്ട്, പിന്നെ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമ്മുടെ ഇന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഐ വാസ് എൻ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, സോ XEA ഫ്രം EY. സോ നമ്മൾ പ്രീവിയസ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ പേരും നമ്മുടെ പ്രൊഫൈല് നമ്മൾ എന്തായിരുന്നു നമ്മൾ ചെയ്തിരുന്നതെന്നുള്ളത് ഒരു ചെറിയൊരു ഇതുപോലെ അവിടെ കൊടുക്കുക. അതിൻ്റെ താഴെ നമുക്ക് ലിങ്ക്ഡിനിൽ നമ്മളൊരു ചെറിയൊരു ബ്രീഫിംഗ് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ ചെറിയൊരു ബ്രീഫിംഗ് കൊടുക്കുക. അതായത് നമ്മൾ എന്തായിരുന്നു വാട്ട് വി ആർ ലുക്കിംഗ്, ലൈക്ക് ഒരു ഒബ്ജക്റ്റീവ് പോലെ നമ്മൾ എന്താണ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നത്. അതുകൂടാതെ തന്നെ വാട്ട് ഈസ് അവർ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമ്മൾ എന്തിലാണ് നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് ഉള്ളത്. മേ ബി ലൈക്ക് 100 വേർഡ്സ് ഓർ സംതിങ്. നമുക്ക് അങ്ങനെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ബ്രീഫിംഗ് പോലെ കൊടുത്താൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും കമ്പനികൾക്ക് നമ്മളെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഓരോ കമ്പനിയിൽ എത്ര വർഷം നമ്മൾ വർക്ക് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നമ്മൾ അതിൽ കൊടുക്കുക. പിന്നെ അതിന് ശേഷമാണ് ഇത് നോക്കിയിട്ടാണ് ഇവർ ആക്ച്വലി നമ്മുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്നത്. ലൈക്ക് ഇന്ന ആൾ അവരുടെ ജോബ് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള ഒരാളാണോ നമ്മൾ എന്നുള്ള അവരതിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ നമുക്ക് ലിങ്ക്ഡിനിൽ തന്നെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്.
സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് കമ്പനീസ് വെച്ചിട്ട് തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്തിരുന്നത് PwC എന്ന് പറയുന്ന കമ്പനിയിലാണെങ്കിൽ നമ്മൾ PwC ജസ്റ്റ് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ PwCയിൽ അതുപോലെ ലൊക്കേഷൻ നമുക്ക് കൊടുക്കാം. സോ യു ക്യാൻ ഗീവ് ഇറ്റ് ആസ് UK. അപ്പോൾ PwCയിൽ UK എമ്പാടുമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഫുൾ അതിൽ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യും. പിന്നെ വേറൊരു ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിന് ജോബ് അലേർട്ട്, നമുക്ക് എപ്പോഴും ജോബ് അലേർട്ട് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഓപ്പണിംഗ് വരുമ്പോൾ നമുക്ക് ഇമെയിൽസ് നമ്മുടെ ഇമെയിലിലോട്ട് വന്നുകൊണ്ടിരിക്കും. സോ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാൻ അങ്ങനെ എല്ലാ വീക്കിലും ഞാനത് നോക്കിയിരുന്ന സമയത്ത് ഞാൻ ആ ജോബ് അലേർട്ട് ഓപ്പൺ ചെയ്തിട്ടിരുന്നു. അതിനുശേഷം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീക്ക് കഴിയുമ്പോഴും നമ്മുടെ ഇമെയിലിലോട്ട് ഇങ്ങനെ ഇന്ന ജോബ്സ് ഓപ്പൺ ആയിട്ടുണ്ട്, ഇന്ന കമ്പനിയിൽ ഇന്ന പൊസിഷൻ ഓപ്പൺ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്താ പറയുക ഇമെയിൽസ് വരുമായിരുന്നു. സോ ദാറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ ടു മീ. സോ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ ഈ പറയുന്ന പോലെ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല. നാട്ടിൽ വരുന്നതിന് മുന്നുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രൊഫൈലായിരുന്നു. സത്യം പറഞ്ഞാൽ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്തത് എൻ്റെ ആമസോണിൻ്റെ ഇൻ്റർവ്യൂ കൊള്ളായതിനു ശേഷമാണ്. അതിനുശേഷം ഞാൻ ശരിക്കും എനിക്ക് മനസ്സിലാക്കി അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഞാൻ ഫുൾ എൻ്റെ പ്രൊഫൈൽ മൊത്തത്തിൽ അപ്ഡേറ്റ് ചെയ്തു. ഒരു പ്രൊഫഷണൽ ഫോട്ടോ അതിലിട്ടു. പിന്നെ അതിൽ കൊടുക്കേണ്ട എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ്, അതുപോലെ എൻ്റെ പ്രീവിയസ് പ്രൊഫൈൽ എന്താണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുത്തു. പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനി ലൈക്ക് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, എന്തായിരുന്നു ചെയ്തിരുന്നത്, അങ്ങനെയുള്ളൊരു ബ്രീഫിംഗ് പോലെ കൊടുത്തു. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും നമുക്ക് കൊടുക്കാം. അതെല്ലാം ഞാൻ അതിൽ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കൂടി എനിക്ക് ചില സ്ഥലത്തു നിന്ന് എൻ്റെ പ്രൊഫൈൽ കണ്ടിട്ട് ചില ആൾക്കാർ കോൾ ചെയ്യാറുണ്ട്. എന്താ പറയുക, ഈവൻ ദോ നമ്മൾ #open-to-work അല്ലെങ്കിലും അങ്ങനെ ചില ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. 4 കമ്പനീസിലോട്ട് UK തന്നെ ബിഗ് 4 കമ്പനീസിലോട്ട് എത്താനായിട്ട് ഈ പറഞ്ഞ ലിങ്ക്ഡിൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ലിങ്ക്ഡിൻ ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ആ ആമസോണിൽ നിന്ന് റിജക്ഷൻ വന്നതിന് ശേഷം ആണ് ഞാൻ ഇതിനോട്ട് കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന് എത്രത്തോളം നമുക്കൊരു റീച്ച് കൊടുക്കാവുന്നതിനുള്ളൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സോ വൺസ് അതിൽ നിന്ന് റിജക്ഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്ത് എൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്തു. ലിങ്ക്ഡിൻ മൊത്തത്തിൽ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസസ് ആഡ് ചെയ്തു. പിന്നെ ഞാൻ ആക്ച്വലി വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എൻ്റെ സെയിം പ്രൊഫൈലിൽ ഇരുന്നിരുന്ന ആൾക്കാരുടെ എന്താ പറയുക പ്രൊഫൈൽ വിസിറ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയായിരുന്നു. ലൈക്ക് ഇവിടെ എൻ്റെ അതേ പ്രൊഫൈലിരുന്ന് വർക്ക് ചെയ്തിട്ടുള്ള ഇവിടുത്തെ കുറച്ച് ആൾക്കാരുടെ പ്രൊഫൈൽ എടുത്തിട്ട് അതിനനുസരിച്ച് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ കുറച്ച് കൂടുതലൊരു ബൂസ്റ്റപ്പ് ചെയ്തായിരുന്നു. ലൈക്ക് എക്സ്പീരിയൻസസ് ആഡ് ചെയ്തു, ഒരു ബ്രീഫ് സമ്മറി എന്നെ പറ്റി കൊടുത്തു. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ തന്നെ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസ് എല്ലാവരുടെയും ഏറ്റവും ഫസ്റ്റ് ഓപ്പണിങ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ KPMGയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇൻറ്റേർണലി എനിക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഐ ക്യാൻ സീ. ബട്ട് അതിലും കൂടുതൽ എക്സ്റ്റേർണലി അവർ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ലിങ്ക്ഡിനിലാണ്. പിന്നെ ലിങ്ക്ഡിനിലുള്ള ഇവർ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം വളരെയധികം ഇവർ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് അവരിട്ട് കഴിയുമ്പോൾ തന്നെ അവർ എത്ര സമയം മുന്നാണ് ആ പോസ്റ്റ് ഇട്ടതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എത്ര പേര് ഇത്ര സമയം കൊണ്ട് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെയാണ് ഈ ലിങ്ക്ഡിൻ്റെ ഒരു പ്രത്യേകത. സോ ഇവിടെയുള്ള ഏറ്റവും അത്യാവശ്യം നല്ല എല്ലാ ഫേംസും, മൾട്ടിനാഷണൽ കമ്പനീസ്, ബിഗ് 4s, അതുപോലെ എല്ലാ ഫേംസും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആൾക്കാരെടുക്കുന്നത് ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. സോ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുകയാണ്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും ഇത് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് എപ്പോഴും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇവിടെ എനിക്ക് അറിയാവുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ അടുത്ത് ആര് റീച്ച് ഔട്ട് ചെയ്താലും ഞാൻ ഫസ്റ്റ് അവരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ലൈക്ക് നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയുക, നിങ്ങൾ എത്രത്തോളം അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നവർ, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് നാട്ടിൽ വർക്ക് ചെയ്തിട്ട് വന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ കോഴ്സ് ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ നമ്മളെ നാട്ടിലുള്ള നിങ്ങൾ കാര്യം ചെയ്തിട്ടുണ്ടോ അത് കുറച്ചൊന്ന് പൊലിപ്പിച്ച് ലിങ്ക്ഡിനിൽ എഴുതി കഴിഞ്ഞാൽ അതിന് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി നന്നായി വിപുലീകരിച്ച് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കൊടുക്കുക. ഇറ്റ്സ് ലൈക്ക് നമ്മളെ തന്നെ സെല്ല് ചെയ്യുന്നു എന്ന് പറയുന്നുള്ളൊരു സെറ്റപ്പാണ് ശരിക്കും അത്. പക്ഷേ അതിന് വളരെയധികം എഫക്റ്റീവാണ്. ലൈക്ക് ഒരു ജോബ് നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ എത്രത്തോളം നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വെക്കുന്നോ അത്രത്തോളം നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുകയാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ എന്താ പറയുക KPMGയിലെ ആണെങ്കിലും എല്ലാതും ലിങ്ക്ഡിനിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആണ്.
അതിനകത്താണ് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാ ഇൻക്ലൂഡിങ് ഇൻറ്റേൺഷിപ്പ്, അതുപോലെ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ്, അങ്ങനെയുള്ളതെല്ലാം KPMGയുടെ ഓപ്പണിങ്സ് എല്ലാം ലിങ്ക്ഡിനിൽ അപ്ഡേറ്റഡ് ആണ്. സോ ഞാൻ പറഞ്ഞ പോലെ ലിങ്ക്ഡിനിൽ പോവുക, ജോബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് അവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. ആ സെർച്ച് ഓപ്ഷനിൽ കമ്പനിയുടെ പേര് വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം, KPMG, പിന്നെ ലൊക്കേഷൻ യു ക്യാൻ ഗീവ് ഇറ്റ് ആസ് UK. സോ അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് യു ക്യാൻ ഡു ഫോർ ഓൾ അതർ കമ്പനീസ് ലൈക്ക് EY, Deloitte, PwC, Barclays Bank, പിന്നെ വേറൊരു ബാങ്ക് UBS ബാങ്ക്, അങ്ങനെയുള്ള എല്ലായിടത്തെയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം എപ്പോഴും ലിങ്ക്ഡിനിലുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഈ എല്ലാ കമ്പനീസിൻ്റെയും കരിയർ പേജസിൽ പോയിട്ട് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിടുന്നത് വളരെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ ജോബ് സെർച്ചിങ് ചെയ്തിരുന്ന സമയത്ത് ഐ അപ്ലൈഡ് ഫോർ എ കമ്പനി കോൾഡ് BAT, ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ. സോ അവിടെ ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ, അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഫോർമൽ ഇൻ്റർവ്യൂ ആയിരുന്നില്ല, ലൈക്ക് സെൽഫ് എക്സ്പ്ലെയിനിങ്, ലൈക്ക് നമ്മളൊരു വീഡിയോ നമ്മൾ തന്നെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. സോ അത് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഐ ഡിഡ്ന്റ് ഹിയർ ബാക്ക് ഫ്രം ദം. അതിൻ്റെ ഉള്ളിലാണ് എനിക്ക് ആക്ച്വലി KPMGയിൽ ഓപ്പണിംഗ് കിട്ടിയത്. സോ അപ്പോൾ ഞാൻ KPMG കയറി ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കമ്പനി എന്നെ റീച്ച് ഔട്ട് ചെയ്തിട്ട് ദേ വർ ആസ്കിങ് മീ ലൈക്ക് ഇഫ് ഐ എം സ്റ്റിൽ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ആൻ ഓപ്പർച്യൂണിറ്റി. സോ അങ്ങനെ അവർ ചോദിച്ചായിരുന്നു. ബട്ട് ഞാൻ ആ ടൈമിൽ അത് വേണ്ടെന്ന് ചോദിച്ചു. സോ നമ്മൾ ഈ കമ്പനിയുടെ കരിയേഴ്സ് പേജിൽ കയറി നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ ഇപ്പോൾ എല്ലാ അതായത് ഇങ്ങനത്തെ ബിഗ് 4 കമ്പനീസിന് എല്ലായിടത്തും കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കരിയേഴ്സ് പേജിൽ കയറി ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളത്. സോ നോർമലി എല്ലാവരും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ ഇവയിൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടല്ലേ ഡയറക്റ്റ് ഇവിടെ കിട്ടിയെന്നുള്ളൊരു കേസ്, അതിനെപ്പറ്റി എന്താ പറയുക? അതായത് ഇനി പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിന് കറന്റ് ഓപ്പർച്യൂണിറ്റീസ് കമ്പനീസ് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ? ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഇവിടെ ഇപ്പോൾ മൊത്തത്തിലൊരു റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഉണ്ട്. ഇപ്പോൾ ആസ് ഓഫ് നൗ മേ ബി അതൊരു വിത്തിൻ 3-4 monthസിനുള്ളിൽ അത് മിക്കവാറും അത് തീരുമായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഇപ്പോൾ KPMGയിലാണെങ്കിൽ ഇന്റേണലി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നോക്കുമ്പോൾ ഐ എം നോട്ട് ഗെറ്റിംഗ് ആൻ ഓപ്ഷൻ ഫോർ റെഫർ എ ഫ്രണ്ട്. എനിക്ക് തന്നെ അപ്ലൈ ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. സോ മേ ബി അത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു റിക്രൂട്ട്മെന്റ് ഫ്രീസ് ഉള്ളത്. ബട്ട് അതർവൈസ് എന്താ പറയുക, ഈ കരിയർ ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിനാണെങ്കിലും നിങ്ങൾ പഠിച്ചിറങ്ങിയ കോഴ്സ് അനുസരിച്ച് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫൈല് നിങ്ങൾ ലിങ്ക്ഡിൻ ത്രൂ സെർച്ച് ചെയ്യുക. ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ കമ്പനീസിൻ്റെ പേര് വെച്ചിട്ട് അവരുടെ എല്ലാത്തിൻ്റെയും ഉള്ളിലൊരു സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. ആ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രൊഫൈൽ ഏതാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. ആസ് ഓഫ് നൗ ഇപ്പോൾ ആ പ്രൊഫൈൽ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ലെവൽ കമ്പനി നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കമ്പനി കൊണ്ടുപോകും. സോ മേ ബി ലൈക്ക് ഐ ബിലീവ് ലൈക്ക് 3 to 4 monthസിൻ്റെ ഉള്ളിൽ ഇത് സോർട്ട് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.